വെൽക്കം ടു കറിക്കൂട്ട്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന അടിപൊളിയായിട്ടുള്ള റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാനിവിടെ വറുത്ത റവ ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത റവ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ പാക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന റവയിൽ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങ കൂടുതലായിട്ട് ചേർക്കണം. തേങ്ങയുടെ അളവ് കൂടുതലായിട്ട് തന്നെ ഇടണം കേട്ടോ, ഒട്ടും കുറയ്ക്കരുത്. തേങ്ങ കൂടുന്തോറും അടയ്ക്ക് ടേസ്റ്റും കൂടും. ഞാനിവിടെ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. മധുരത്തിന് ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ജീരകം, ചെറുജീരകം ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകം ചതയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, അതേപടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് തിരുമണം. നല്ലപോലെ തിരുമി എല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് തിരുമി കൊടുക്കണം. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് മറന്നു പോകരുത് കേട്ടോ. ഈ സമയത്ത് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടെ അയച്ചേക്കുക കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് കൈവച്ച് നമ്മളത് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളമാട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മുടെ കൈയൊന്നും പൊള്ളരുത്, ഇളം ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളത് ഇളക്കി ശരിയാക്കി എടുക്കണം. ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. വളരെ കുറച്ച് വെള്ളം വെച്ച് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഇത് വെള്ളം കൂടിപ്പോകാനും വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കറക്റ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മുടെ അട ചുടുമ്പോൾ അത് ശരിയാവത്തില്ല. പ്രത്യേകിച്ച് റവ കൊണ്ടുണ്ടാക്കുമ്പം പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മറിച്ചിടാനൊന്നും പറ്റില്ലാണ്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അത് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടും കൂടെ വെക്കണേ. ഇനി നമുക്ക് അട ചുട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഉരുള എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി അളവിലെടുത്ത് കുഴച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. വളരെ ചെറിയ അളവിലെടുത്തിട്ട് ചെറിയ ചെറിയ അടകളായിട്ട് നമ്മൾ ചുട്ടെടുക്കണം. പിന്നെ നമ്മൾ ചുടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു പാത്രത്തിൽ നമ്മൾ ചുടുന്നതിൻ്റെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് നമ്മുടെ കൈ അതിൽ മുക്കി നനച്ച് കഴിഞ്ഞ് നമ്മൾ ഈ അട ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് ഒട്ടിപ്പിടിക്കും. അതൊക്കെ ഒഴിവാക്കാനാണ്. പിന്നെ നല്ല പോലെ കട്ടി കുറച്ച് പരത്തി കൊടുക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ ഇപ്പം നല്ല കട്ടി കുറച്ച് ചെറുതായിട്ട് ചെറിയ അടകളായിട്ട് ഞാനിവിടെ അത് പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ അടയൊക്കെ ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അടയെന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇച്ചിരി ടൈമൊക്കെ എടുത്ത് ചുടുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നല്ല ടേസ്റ്റ് വരും അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അടുത്ത സൈഡ് വേവാൻ വേണ്ടി തിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് നമ്മുടെ അടയൊക്കെ നല്ലപോലെ മൊരിച്ച് ചുട്ടെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 മണിക്കൊക്കെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.